എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 29ഉം 30ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ശ്രീകൃഷ്ണനും ബലരാമനും സാന്ദീപനി മഹർഷിയുടെ ഗൃഹത്തിലെത്തി സാന്ദീപനിയെ കണ്ടു, വന്ദിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം സാന്ദീപനി എന്തിനാണാവോ ഈ 2 കുമാരന്മാർ, ദേവതുല്യരായിട്ടുള്ള 2 കുമാരന്മാരിവിടെ വന്നത് എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് ആദ്യം ആ വന്നതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ അതാണ് പറയണത്. ഇനി എന്താണ് പറയണത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം 29ാമത്തെ ശ്ലോകം നോക്കാം. കിമസ്യ ഹേതുർമമ ഭാഗധേയം ആഹോസ്വിദസ്യ സുഹൃതം പൃഥിവ്യാ യുവാമിഹാനന്ദകരൗ ജനാനാം യദാഗതൗ കാമവസന്തകൽപ്പൗ. നമുക്ക് ആദ്യം ശ്ലോകത്തിൻ്റെ പദച്ഛേദം പറയാം. കിം അസ്യ ഹേതു മമ ഭാഗധേയം ആഹോസ്വിത് അസ്യാഹ സുഹൃതം പൃഥിവ്യാഹ യുവാം ഇഹ ആനന്ദകരൗ ജനാനാം യദ് ആഗതൗ കാമവസന്തകൽപ്പൗ. നമ്മൾ ആരായാലും ചോദിച്ചു പോണൊരു ചോദ്യം, എന്തിനാണാവോ ഇപ്പോൾ ഇവിടേക്ക് എഴുന്നള്ളിയത്? ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ ഭാഗ്യം തന്നെയല്ലേ എന്നൊക്കെയാണ് സാന്ദീപനി പറയണത്. അന്വയം ഇങ്ങനെയാണ് പറയണത്. കാമവസന്തകൽപ്പൗ ജനാനാം ആനന്ദകരൗ യുവാം. കാമനും വസന്തനും വളരെ കഠിനമായ, വളരെ ഉറച്ച കൂട്ടുകെട്ടുള്ള 2 ആൾക്കാരാണ് കാമനും വസന്തനും. കാമൻ വരുമ്പോഴേക്കും വസന്തൻ വരും. അത് കുമാരസംഭവത്തിലൊക്കെയാണ് വളരെ കൃത്യമായിട്ട് അവരുടെ 2 പേരുടെയും സാന്നിധ്യത്തിനെ പറ്റി പറയണത്. അതായത് ശിവനെ ഒരു ലൗകിക വിഷയങ്ങളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട്, ശ്രീപാർവതിയുമായിട്ട് ഒരു അനുരാഗമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരെല്ലാവരും സഭ കൂടി തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ട് കാമനെ പറഞ്ഞയക്കും ചെയ്യണതായിട്ടുള്ളൊരു ഭാഗം 3ാമത്തെ സർഗത്തിലുണ്ട്. അപ്പോൾ കാമൻ പറയുന്നുണ്ട്, കാമനോട് ഇവരൊക്കെ ചോദിക്കേണ്ട വേറെ ആരെങ്കിലും വേണോ, കൂട്ടത്തിൽ എന്തെങ്കിലും സൈന്യമോ? ഭഗവാൻ പരമശിവൻ്റെ അടുത്തേക്കാണ് പോണത്, നിസ്സാരാണെന്ന് ധരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് പലതവണയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കാമൻ ഇതൊക്കെ നിസ്സാരമായിട്ട് കാണും. അവസാനം ഭഗവാന്റെ നേത്രാഗ്നിയിൽ കത്തിച്ചാമ്പലായി പോവുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് കാമദേവൻ പോവാൻ പുറപ്പെടുമ്പോൾ ആരെങ്കിലും കൂട്ടുവേണോ ചോദിക്കുമ്പോൾ ആകെ ആവശ്യപ്പെടുന്നത് ഈ വസന്തനോട് കൂടെ വരണം എന്നുള്ളതാണ്. കാമൻ എന്ന് പറയുന്നത് സത്യത്തിലൊരു വികാരവും വസന്തൻ എന്ന് പറയുന്നത് ഒരു ഋതുവുമാണ്. പക്ഷേ ഈ വസന്ത ഋതു വരുമ്പോൾ ഉള്ളിലുള്ളതായ കാമം ഉണരും എന്നുള്ളത് തന്നെയാണ് അവിടെ കവി വ്യാഖ്യാനിച്ച് കൊണ്ടുവരണത്. പറയുമ്പോൾ 2 ആൾക്കാരെ വർണ്ണിക്കണമെങ്കിലും അതുകൊണ്ട് 2ഉം തമ്മിൽ വളരെ ബന്ധമുള്ളതാണ്. അപ്പോൾ കാമനും വസന്തനും എപ്രകാരമാണോ ഒരുമിച്ച് കൂട്ടുകൂടി ഇങ്ങനെ എപ്പോഴും നടക്കണത്, കാമൻ്റെ വരവോട് കൂടിയിട്ട് ഭഗവാന്റെ ആശ്രമ പ്രദേശങ്ങൾ, സ്ഥാണ്വാശ്രമം മുഴുവനും ആകെ മാറിപ്പോയി. ഹിമാലയത്തിൻ്റെ മഞ്ഞുപാളികളൊക്കെ ഉരുകിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഭഗവാന്റെ മനസ്സിലെ ക്രോധത്തിൻ്റെയും അതുപോലെ തന്നെ ആ കഠിനമായ തപസ്സിൻ്റെയും ഒക്കെ മഞ്ഞുപാളികൾ ഒരു ഘട്ടത്തിൽ ഉരുകിപ്പോയതായിരുന്നു. പിന്നീടാണ് ദേഷ്യം വന്ന് വീണ്ടും പായൽ വന്ന് മൂടിയതുപോലെ ആയത്. അപ്പോൾ ആ ഒരു കൂട്ടുകെട്ടിൻ്റെ ശക്തി, അതിനെ അവിടെ വളരെ ഭംഗിയായിട്ട് കവി ചിത്രീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കവി പറയാണ്, ഒരാൾ പോയാൽ മറ്റാളും അതേപോലെ തന്നെ ആ പ്രവൃത്തി ചെയ്യും. അങ്ങനെയുള്ള 2 ആൾക്കാരെ പോലെ ഇരിക്കുന്ന നിങ്ങൾ, അതാണ് ജനങ്ങൾക്ക് എപ്രകാരമാണോ കാമനും വസന്തനും സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്നത്, കാണേണ്ട മാത്രയിൽ തന്നെ സന്തോഷം ഉണ്ടാവും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട, ഒന്നും ചെയ്തു തരണ്ട. എന്നാൽ പോലും ചില ആൾക്കാരെ അങ്ങനെയാണ്, അവരുടെ സാന്നിധ്യം കൊണ്ട് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കി കൊടുക്കും. അതുപോലെയാണ് നിങ്ങൾ 2 പേരും. ജനങ്ങൾക്ക് കാമ വസന്ത കൽപ്പവും, കാമനെ പോലെയും വസന്തനെ പോലെയും ആനന്ദം നൽകുന്നവരായ, കാമവസന്ത കൽപ്പവും ജനാനാം ആനന്ദകരവും, ആനന്ദമുണ്ടാക്കി കൊടുക്കുന്നവരായ യുവാം, നിങ്ങൾ 2 പേരും, യത് ഇഹ ആഗതവും, ഏതൊരു കാരണത്തിന് വേണ്ടിയിട്ടാണോ, എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഇഹ, എൻ്റെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ ഈ വാരാണസി ദേശത്തിലേക്ക്, കാശി പ്രദേശത്തേക്ക് വന്നത്, ആഗതവും, അസ്യ ഹേതു കിം, അതിൻ്റെ കാരണം എന്താണ്? അത് വളച്ച് ഒടിച്ച് ചോദിക്കുകയാണ് ഒരു ആലങ്കാരിക ഭാഷയിൽ.
സാധാരണ ഭാഷയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണാവോ ഇപ്പോൾ എന്നെ കാണാൻ ഇവിടേക്ക് വന്നത്, വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ എന്നുള്ള ആ ഒരു വിനയം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തിനാണ് വന്നത്, എന്തായിരുന്നു ഒരു കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതിന് 2 കാരണങ്ങളാണ് സാന്ദീപനി മനസ്സിലാക്കണത്. ഒന്ന്, അസ്യ ഹേതു, ഇവിടെ വന്നു എന്നുള്ളതിൻ്റെ ഹേതു എന്താണ്? കിം മമ ഭാഗധേയം ആഹോസ്വിത് അസ്യാഹ പൃഥിവ്യാഹ സുഹൃതം. 2 കാരണങ്ങളാവാം. ഒന്ന്, എൻ്റെ ഭാഗ്യം തന്നെയാവാം. മമ ഭാഗധേയം കിം, എൻ്റെ ഭാഗ്യമാണോ ഭഗവാൻ ഇവിടെ വരാൻ കാരണമായത്? അതോ ആഹോസ്വിത്, അല്ലെങ്കിൽ ഏതാവാം? അസ്യാഹ പൃഥിവ്യാഹ സുഹൃതം, ഈ ഭൂമിയുടെ അഥവാ ഈ കാശി ഭൂമിയുടെ സുഹൃതം തന്നെയുമാകാം എന്നാണ് കവി ഇവിടെ പറയണത്. സാന്ദീപനിയുടെ ഗൃഹം ഇരിക്കുന്നതായിട്ടുള്ള ഭൂമി, അല്ലെങ്കിലും വേണമെങ്കിൽ പറയാം ഭഗവാന്മാർ 2 പേരും ഭൂമിയിൽ അവതരിച്ചത് കൊണ്ട് ഭൂമി തന്നെ ഭാഗ്യവതിയായി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇവിടെ സാന്ദീപനി മഹർഷി താമസിക്കുന്നതായ ആ പ്രദേശത്തിൻ്റെ ഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാനാണ്? നിങ്ങൾ 2 പേരും കൂടിയിട്ട് ഇവിടേക്ക് എന്നെ അന്വേഷിച്ചു വന്നു എന്നുള്ളതിൻ്റെ ഭാഗ്യം ഞങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ഞങ്ങളുടെ വംശത്തിന് മാത്രമല്ല, ഗോത്രത്തിന് മാത്രമല്ല, പിതൃക്കൾക്കല്ല, ഈ ഭൂപ്രദേശത്തിനും വളരെയധികം ഭാഗ്യമുണ്ട്. നിങ്ങളുടെ പാദസ്പർശമേൽക്കാനും നിങ്ങളെ കാണാനുമൊക്കെ വലിയൊരു ഭാഗ്യം സിദ്ധിച്ചുവല്ലോ എന്നാണ് കവി പറയണത്. എന്നിട്ട് തൻ്റെ ഒരു ദാരിദ്ര്യം, അതായത് സാന്ദീപനി ഒന്നും ഇല്ലാത്ത വിദ്യ മാത്രമുള്ളവനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതാണ് അടുത്തതായിട്ട് പറയണത്. നമുക്ക് 30ാമത്തെ ശ്ലോകം കൂടി നോക്കാം. വിനാന കിഞ്ചിത് വസുവിദ്യയാമേ യേനാപി ഭദ്രൗ പരിതോഷയാമി സ്വീകൃത്യതാമപ്യധുനാ ഭവന്തൗ വ്രീഡാകുലം ദക്ഷിതുമർഹതോ മാം. ആദ്യം പദച്ഛേദം പറയാം. വിനാ ന കിഞ്ചിത് വസു വിദ്യയാ മേ യേന അപി ഭദ്രൗ പരിതോഷയാമി സ്വീകൃത്യ താം അപി അധുനാ ഭവന്തൗ വ്രീഡാകുലം രക്ഷിതും അർഹത മാം. ഇവിടെ സാന്ദീപനി തൻ്റെ കഴിവില്ലായ്മ, ദാരിദ്ര്യത്തിനെ പറ്റിയിട്ടാണ് പറയണത്. ദാരിദ്ര്യമല്ലാതെ വലിയൊരു ധനിഷ്ഠനാണ് സാന്ദീപനി എന്നുള്ളത് ഓർക്കണില്ല. നിങ്ങളെ വേണ്ടതുപോലെ സത്കരിക്കാൻ പോലും ഒന്നും എൻ്റെ കയ്യിലില്ലല്ലോ ഭഗവാനെ എന്നാണ് പറയണത്. ഇതാണ് അതിൻ്റെ അന്വയം. വിദ്യയാ വിനാ മേ കിഞ്ചിത് വസു ന. മേ, എൻ്റെ കയ്യിൽ, എനിക്ക് വിദ്യയാ വിന, വിദ്യയല്ലാതെ, വിദ്യയൊഴികെ, കിഞ്ചിത് വസു ന, ഒരു ധനവുമില്ല. ഞാൻ പരമദരിദ്രനാണ് ശരിക്കും. എൻ്റെ കയ്യിലുള്ള ആകെയുള്ളൊരു ധനം എന്ന് പറയണത് വിദ്യാധനം മാത്രമാണ്. വേറെ ഒരു ധനവും ഇല്ല. എൻ്റെ കയ്യിൽ വസ്തുവകകളില്ല, നല്ലൊരു ഗൃഹമില്ല, അതുപോലെ തന്നെ പ്രഭുത്വമില്ല, സ്ഥാനമില്ല. ഞാൻ ആകെ ജ്ഞാനത്തെ ഉപാസിച്ചു കഴിയുന്നൊരു വ്യക്തി മാത്രമാണ്. അതാണ് വിദ്യയാ വിന മേ കിഞ്ചിത് വസു ന. മാത്രമല്ല അധുനാ ഭദ്രൗ യേന അഭി പരിതോഷയാമി. കുമാരന്മാരെ, ഭദ്രവ് എന്ന് വെച്ചാൽ ഭദ്ര എന്ന് പറഞ്ഞാൽ കുട്ടി, കുമാരൻ എന്നൊക്കെ അർത്ഥം. കുട്ടികളെ, നിങ്ങളെ ഞാൻ എന്ത് നൽകിയിട്ടാണ് സന്തോഷിപ്പിക്കുക? സാധാരണ വീടുകളിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ മധുരമുള്ള വസ്തുക്കളോ കളിപ്പാട്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടാണല്ലോ സന്തോഷിപ്പിക്കുക. ഇത് സാധാരണ ബാലകന്മാരുമല്ല, ഭഗവാനാണ് എഴുന്നള്ളിയിരിക്കുന്നത്. അപ്പോൾ തിരുമുൽക്കാഴ്ചയായിട്ട് എന്താ ഒന്ന് കൊടുക്കാനുള്ളത്? ഒന്നുമില്ല, വിദ്യ മാത്രമേ തരാനുള്ളൂ. അപ്പോൾ വേറെ ഒന്നും തന്ന് ആനന്ദിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ എൻ്റെ കയ്യിലില്ല. അതാണ് അധുനാ ഭദ്രൗ, ഇപ്പോൾ നിങ്ങളെ 2 പേരെയുമാകട്ടെ, യേനാബി, എന്തൊരു സാധനം തന്നിട്ടാണ് പരിതോഷയാമി, സന്തോഷിപ്പിക്കുക. ഭവന്തൗ താമപി സ്വീകൃത്യ വ്രീഡാകുലം മാം രക്ഷിതും അർഹത. അതുകൊണ്ട് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. എന്താണത്? താമപി സ്വീകൃത്യ, താം നാമ വിദ്യാം. ആദ്യം പറഞ്ഞല്ലോ, എൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് കേവലം വിദ്യ മാത്രമാണ്, അറിവ് മാത്രമാണ്. ആ വിദ്യ സ്വീകരിച്ചിട്ട്, താം അഭി സ്വീകൃത്യ, താമേവ എന്നുള്ള അർത്ഥത്തിലാണ്. ആ വിദ്യ തന്നെ അങ്ങോട്ട് സ്വീകരിച്ചിട്ട് എന്തു ചെയ്യണം? വ്രീഡാകുലം മാം രക്ഷിതം അർഹത,
വ്രീഡാകുലൻ എന്ന് പറഞ്ഞാൽ ലജ്ജിതനായ, ഒന്നും തരാനില്ല എന്നുള്ളതിൻ്റെ പരമദാരിദ്ര്യം കൊണ്ട് ലജ്ജ വന്ന് ഭവിച്ചവനായ എന്നെ, അതാണ് വ്രീഡാകുലം മാം രക്ഷിതും, ആ ലജ്ജയിൽ നിന്നും കരകയറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിന് നിങ്ങൾ രണ്ടുപേരും തയ്യാറാവണം. എന്നെ ഈ നാണക്കേടിൽ നിന്നൊന്ന് ഒഴിവാവണം. എനിക്ക് അങ്ങയുടെ കയ്യിൽ അങ്ങയ്ക്ക് തരാനായിട്ട് രാജാക്കന്മാർ വരുമ്പോഴും ദേവന്മാർ വരുമ്പോഴും, അല്ലെങ്കിൽ അവരെയൊക്കെ കാണാൻ പോകുമ്പോഴാണ്, അവരിങ്ങടല്ല സാധാരണ വരാറുള്ളത്, അവരെ കാണാൻ നമ്മൾ അങ്ങോട്ട് പോവുക പതിവ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വയ്ക്കാറുണ്ട് പലതും, നമ്മുടെ ഉള്ളു ചുട്ടുകൊണ്ട് മനസ്സുകൊണ്ട് പലതും അർപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു സാധനം കൊടുക്കാനില്ല. ഭഗവാന്റെ മുമ്പിൽ വെക്കണമെങ്കിൽ നല്ലതായിട്ടുള്ളൊരു വസ്തു വേണ്ടേ? അതൊന്നുമില്ല. ആകെ നൽകാനുള്ളത് വിദ്യ മാത്രമാണ്. അത് സ്വീകരിച്ചിട്ട് എന്നെ ഈ വലിയ നാണക്കേടിൽ നിന്നും രക്ഷിക്കണേ. ഒന്നും തരാനില്ല എന്നുള്ള നാണക്കേട്, അതിൽ നിന്നൊന്ന് രക്ഷിച്ചു തരണം എന്ന് സാന്ദീപനി മഹർഷി ഈ രണ്ട് ബാലകന്മാരോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യണത്. ഇതാണ് സാന്ദീപനി ഇവരോട് രണ്ടുപേരോടുമായിട്ട് പറഞ്ഞ വാക്കുകൾ. അതിന് ഭഗവാൻ എന്താണ് മറുപടി പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. കിമസ്യ ഹേതുർമമ ഭാഗധേയം ആഹോസ്വിദസ്യ സുഹൃതം പൃഥിവ്യാ യുവാമിഹാനന്ദകരൗ ജനാനാം യദാഗതൗ കാമവസന്തകൽപൗ വിനാ ന കിഞ്ചിത് വസുവിദ്യയാ മേ യേനാപി ഭദ്രൗ പരിതോഷയാമി സ്വീകൃത്യ താമപ്യധുനാ ഭവന്തൗ വ്രീഡാകുലം രക്ഷിതുമർഹതോ മാം. അങ്ങനെ ഒരു പ്രാർത്ഥന ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ചെയ്യണത്. എൻ്റെ ഭാഗ്യം, ഈ നാടിൻ്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങളെ കാണാൻ, എന്നെ കാണാൻ അങ്ങ് ഇങ്ങോട്ട് വന്നു എന്നുള്ളത്. ഇനി എന്താണ് ഭഗവാൻ മറുപടി പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.